കാരണം അനുമോളുടെ ഫാദർ ഇതുപോലെ കവലയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ കവലയിലെ ആൾക്കാർ ചോദിക്കണം എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിൻ്റെ മോൾക്ക് 16 ലക്ഷത്തിൻ്റെ PR ഇല്ലാണ്. അനുമോൾക്കൊരു ഫെയിം ഉള്ളത് കൊണ്ട് അനുമോളുടെ കണ്ടൻറ്റ് റീച്ച് കൂടുതലായിരിക്കും, അതൊരിക്കലും PR അല്ല. കാരണം അനുമോളുടെ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ അനുമോളുടെ കണ്ടൻറ്റ് വെച്ചിട്ടാണ് എല്ലാവരും കണ്ടൻറ്റ് ചെയ്യുന്നത്. ഇല്ല, അനുമോൾ ഇന്ന് വരെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അനുമോളുടെ മിടുക്ക് മാത്രമാണ്. ഒരു എക്സ്റ്റേണൽ PR സപ്പോർട്ടോ ഒരു സപ്പോർട്ടോ ഇല്ലാതെയാണ് അനുമോൾ ഇതുവരെ നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, അനുമോൾ പോകുന്നതിന് മുമ്പ് അനുമോളുടെ അക്കൗണ്ട് ബാലൻസ് 77 രൂപയാണ്. അത് ജെന്യൂൻ ആയിട്ടുള്ള സാധനമാണ്. അപ്പം അങ്ങനെ ഒരാൾ, ഇപ്പോൾ ഞാൻ അനുമോളുടെ എന്താ പറയുക ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ. അല്ല, അനുമോളെ വിജയിക്കത്തുള്ളൂ. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്ത ആൾ, ഏറ്റവും കൂടുതൽ പ്രൊമോ വന്ന ആൾ, നെഗറ്റീവ് പോസിറ്റീവ് കോൺട്രവേഴ്സി എന്തെങ്കിലും, ഇത് കോൺട്രവേഴ്സിയാണ് ഷോൻ്റെ മെയിൻ ഇത്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു സർവൈവൽ ഷോ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ അതിജീവിച്ചത് അനുമോളാണ്. ഇപ്പം ആര് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും നേരെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളെ PR കൊണ്ടാണ്, ഇപ്പോൾ അങ്ങനെ പറയാം, അനുമോളെ PR കൊണ്ടാണ് എന്ന് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ബിനു എന്ന് പറയുന്നത് താങ്കളുടെ ഒരു പേരാണ്. താങ്കളാണ് PR നടത്തുന്നത്, താങ്കളുടെ ഒരു ശക്തി കൊണ്ടാണ് അവരൊക്കെ പുറത്തു പോകുന്നതൊക്കെയാണ് പറയുന്നത്. നല്ല കാര്യമല്ല അത്. കാരണം ഒരു ഷോ മൊത്തം കൺട്രോൾ ചെയ്യണം ഞാനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പക്ഷേ അത് ശരിക്കും ഷോ എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരാൾക്ക് എത്ര വോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാനൊരു പേഴ്സണലി ഒരാളോട് എനിക്ക് എത്ര പേരോട് സംസാരിക്കാൻ പറ്റും പേഴ്സണൽ ഡെയിലി? അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്താണെങ്കിൽ പോലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇതിനാണ് തോൽപ്പിക്കണം, അതുകൊണ്ട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അപ്പം ഇത് ഇല്ലോജിക്കലായിട്ടുള്ള കുറേ ഫാക്ട്സ്, കുറേ അസംഷൻസ്, പിന്നെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ നറേറ്റീവ്സാണ് അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഔട്ടായി, അപ്പോൾ എന്തുകൊണ്ട് ഔട്ടായി എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് ഒരു അൺഫെയർ എവിക്ഷൻ എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? അൺഫെയർ ആയിപ്പോയെങ്കിൽ അത് PR കാരണം. കാരണം ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. ഇപ്പോൾ PR ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രിവിലേജും, PR ഇല്ലാത്തവർക്ക് പ്രിവിലേജ് ഇല്ലാത്തതും. ശരിക്കും PR എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PR ഉണ്ട്. ഇപ്പോൾ അനുമോൾക്ക് എന്ത് എക്സ്ട്രാ PR ആണ് അനുമോൾക്ക് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ അനുമോളുടെ PR ആണെന്ന്. എനിക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും അനുമോളുടെ എക്സ്ട്രാ PR എന്താണെന്ന്. ഇപ്പോൾ അനുമോൾക്ക് ഇപ്പോൾ ഒരു പേജ് ഹാൻഡിൽ ചെയ്യണം, അതെല്ലാവരുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്നില്ലേ? അനുമോൾക്ക് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പില്ലേ? ഫാൻ പേജസ് എല്ലാവർക്കും ഇല്ലേ? സോ അനുമോൾക്ക് മാത്രമായിട്ട് എന്താണ് സെപ്പറേറ്റ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എല്ലാവരും പറയുന്നത് അനുമോൾ, ബിക്കോസ് ഓഫ് കോഴ്സ് ലൈക്ക് അനുമോൾക്കൊരു ഫെയിം ഉള്ളത് കൊണ്ട് അനുമോളുടെ കണ്ടൻറ്റ് റീച്ച് കൂടുതലായിരിക്കും, അതൊരിക്കലും PR അല്ല. കാരണം അനുമോളുടെ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ അനുമോളുടെ കണ്ടൻറ്റ് വെച്ചിട്ടാണ് എല്ലാവരും കണ്ടൻറ്റ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ആ ഒരു ഫെയിം ഫാക്ടർ തന്നെയാണ് അനുമോളുടെ ഏറ്റവും വലിയ PR. 16 ലക്ഷത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരാളും 16 ലക്ഷം കൊടുത്ത് ബിഗ് ബോസ് ഹൗസിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ലോജിക്കലി ചോദിക്കുകയാണ്. ഇനി ഈവൻ 16 ലക്ഷം ഒരാൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് വേണം, എഗ്രിമെൻറ്റ് വേണം, അതിനൊരു GST, ഇതിനെല്ലാം അക്കൗണ്ടബിലിറ്റി ആണല്ലോ. ഒരു 16 ലക്ഷം എന്തിൻ്റെ പേരിലാണ് ഒരാൾക്ക് കൊടുക്കുന്നത്? മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഞാൻ ചലഞ്ച് ചെയ്യാണ്. ഞാനിപ്പോൾ എന്താണ് ഇൻകം ടാക്സോ ആരെയാണ് ചലഞ്ച് ചെയ്യണം? അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഡീൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ക്രൈമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അത്ര വലിയ PR ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ്. 50,000 രൂപയൊക്കെ ആരെങ്കിലും വാങ്ങിച്ച് പണിയെടുക്കും? പോട്ടെ, 50,000 രൂപയുടെ PR ചെയ്ത ഒരാൾ വിജയിക്കുമോ? ഞാനിപ്പോൾ നിങ്ങൾ മീഡിയാസാണ്, നിങ്ങൾക്കൊരു വർക്ക് തരുന്നു, 16 ലക്ഷം രൂപ വർക്ക് തരുന്നു, ഞാൻ 50,000 തരുന്നുള്ളൂ, ബാക്കി 100 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതന്നെയാണ് ബേസിക്കലി. അത് ഇതെല്ലാം ഒരു ഇല്ലോജിക്കലായിട്ടുള്ള ഫാക്ട്സ് ആണ്. നമുക്ക് ഈ അനുമോൾക്ക് PR ഉണ്ട്. അനുമോളുടെ PR എങ്ങനെ, അതായത് അനുമോൾ വിജയിച്ചാൽ PR-ലൂടെയാണ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ബാക്കി അതായത് എല്ലാവർക്കും PR ഉണ്ട്. അനുമോൾക്ക് അന്നത്തെ ഫാക്ട് എല്ലാവർക്കും PR ഉണ്ട്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് സായി ആണല്ലോ ഓരോരോ PR ഡീറ്റെയിൽസ് എല്ലാവരിലേക്കും പെന്നെ വരെ റിവീൽ ചെയ്ത സായിയാണ്. അതേപോലെ തന്നെ പലരുടെയും PR-നെ സായി റിവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് അനുമോൾ ആയതുകൊണ്ട് എന്താ പറയുക, അനുമോളെ മാത്രം അനുമോൾ ഇപ്പോൾ ഒരു എമൗണ്ട് വേണമല്ലോ നമുക്ക് പറയണമെങ്കിൽ. 16 ലക്ഷം രൂപ PR നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ 5ഉം 10ഒക്കെ കൊടുത്തിട്ടുള്ളൂ, 10 ലക്ഷത്തിന് PR കൊടുത്തുകൊണ്ട് ഞങ്ങൾ തോറ്റു. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് പലയിടത്തും. അപ്പോൾ എന്ത് പറഞ്ഞാലും 16 ലക്ഷം രൂപ മിടുക്കാണ്. ഒരു 16 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്കൊരാളെയും ബിഗ് ബോസ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. 16 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വോട്ടിന് ഒരു വോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര എഫോർട്ട് എടുക്കണം? ഇപ്പം ഞാനൊരു ഫ്രണ്ടിനോട് പറയുകയാണ്, ഞാനിപ്പം നിങ്ങളോട് പറയുകയാണ്, ഒരാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേ നിങ്ങൾക്ക് എന്നോട് സൗഹൃദം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ പോയിൻറ്റും ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ പറയുന്ന കാര്യം ഒന്നാവണം. നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അനുമോൾക്ക് വോട്ട് ചെയ്യാമെന്ന് നമ്മൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന സ്ഥലത്താണ് അവർ വോട്ട് വീഴുന്നത്.
ഇപ്പോൾ എനിക്ക് കാശ് കൊടുത്ത ഒരാളെ വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഓപ്പോസിറ്റ് ആൾക്കാർ എത്ര വീക്കായിരിക്കും. അവർക്കൊരു ഒപ്പീനിയൻ ഇല്ലാത്തതുകൊണ്ടല്ലേ കാശ് വാങ്ങി വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഇലക്ഷനിലൊക്കെ കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, കാശ് 2000 രൂപ വാങ്ങിയിട്ട് വോട്ട് ചെയ്യുന്ന പോലെ. അതേപോലെയാണോ ബിഗ് ബോസ്? എനിക്കറിയില്ല. ഒരു ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ട് വേണം. ഒരു 20 ലക്ഷം വോട്ടെങ്കിലും വേണം ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ. ഇപ്പോൾ 20 ലക്ഷം വോട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരു ഓരോ വോട്ടിന് ഒരു 5 രൂപ കൂട്ടിക്കോ, 1 കോടി രൂപ വേണ്ടേ? അപ്പോൾ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതും നമ്മൾ ഈ വോട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ച മുതലേ വോട്ട് വേണം, അവസാനത്തെ ആഴ്ച മാത്രമേ വോട്ട് കിട്ടിയാൽ പോരാ. അപ്പോൾ ഇങ്ങനെ വോട്ടിന് വേണ്ടി കാശ് മുടക്കണമെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും കാശ് മുടക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കോടികൾ വേണം? അപ്പോൾ ഇങ്ങനെ കാശ് മുടക്കി വോട്ട് കിട്ടുക, അതൊക്കെ ഭയങ്കര ഇൻഫാക്ച്വലായിട്ട് കാര്യങ്ങളാണ്. ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഏജൻസീസിന് പറഞ്ഞിട്ട് 1000 വോട്ട് ബൾക്കായിട്ട് ചെയ്യിപ്പിക്കാം. കാരണം അവർക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1000 വോട്ടോ 2000 വോട്ടോ അത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതൊരു വർക്കാണ് ആക്ച്വലി. അത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നമുക്ക് 2000-3000 വോട്ടൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ച് കമ്പനീസ് ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ അതല്ല, അതിൻ്റെ മുകളിൽ നമുക്ക് ലക്ഷക്കണക്കിന് വോട്ടുകളും ക്യാൻവാസ് ചെയ്യാനും ഒരാളെ പിടിച്ച് പുറത്താക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഈ ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പലരും പറയുന്നത് ബോട്ട് വെച്ചിട്ട് വോട്ട് ചെയ്ത് കയറ്റി. താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള താങ്കൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ പറയട്ടെ, ബോട്ട് എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മൾക്കൊരു നമ്പർ ഉണ്ടെങ്കിലാണ്, ഒരു ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലോഗിൻ ചെയ്യാം. നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അതാണ് ഓരോരു ലൂപ്പ് ഹോൾ ഹോട്ട്സ്റ്റാറിൽ സംബന്ധിച്ച്. അതല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വോട്ട് ചെയ്യും? പിന്നെ എത്ര പേർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് ഉണ്ടാവും? ഇപ്പോൾ സബ്സ്ക്രിപ്ഷന് മിനിമം 150 രൂപയാണെന്ന് തോന്നുന്നു. 190 രൂപയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അടുത്ത സീസൺ തൊട്ട് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരാൾക്ക് ഇതെല്ലാം മാറും. ഈ ആരോപണങ്ങളൊന്നും ഒരു PR-നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ചുമ്മാ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോട്ട്സ്റ്റാറിനെ സംബന്ധിച്ച് അവർക്ക് ഡൗൺലോഡ്സാണ് വേണ്ടത്. അവരുടെ ആപ്പ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം. അതിനുവേണ്ടി അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഷോ എത്തണം, കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഓരോ ആൾക്കാർ നമ്പർ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത് ഹോട്ട്സ്റ്റാറിനെ സംബന്ധിച്ച് ലാഭമാണ്, അവരുടെ പ്രോഫിറ്റാണത്. സോ അതുകൊണ്ട് അവരത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ആപ്പല്ലേ പ്രചരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ഡൗൺലോഡ് വീഴുന്നുണ്ട്. ആ ഡൗൺലോഡ്സ് നാളെ സബ്സ്ക്രിപ്ഷനായി മാറാം. സോ ഹോട്ട്സ്റ്റാറിനെ സംബന്ധിച്ച് ഇതെല്ലാം ബിസിനസ്സാണ്. ഇപ്പോൾ ശോഭ പറയുന്ന മറ്റൊരു ആരോപണമുണ്ട്. താങ്കൾ അവരെ പരിചയപ്പെട്ടത് ജിൻഡോൻ്റെയും അതുപോലെ അഖിൽമാരാൻ്റെ PR ചെയ്ത വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് പരിചയപ്പെട്ടത്. ആര്യന് വേണ്ടിയിട്ട് അവർ ചോദിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രൂഫ് കാണിക്കുന്നതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ പ്രൂഫ് ചോദിച്ചു അവർ. ഓക്കെ ഇല്ല, ആര്യന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ആര്യൻ ഇവിടെ തന്നെ ഉണ്ട്. ആര്യനോട് ചോദിക്കുക, ആര്യനും പറയും. ഇപ്പോൾ ആര്യന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മളിങ്ങനെ സംസാരിക്കും. എല്ലാ കണ്ടസ്റ്റൻസ് നമ്മളെ വിളിക്കും. ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. ഞാൻ PR ചെയ്യുന്ന ആളാണ്. എന്നാൽ ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല. പക്ഷെ നമ്മൾ ആക്ച്വലി കോൺടാക്ട് ചെയ്യും. അവരെന്നോട് ചോദിക്കും, ചേട്ടാ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്ന് പറയുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയും. ഞാൻ എല്ലാവരോടും PR ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ. ബിക്കോസ് ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈമില്ല PR ചെയ്യാനും കാര്യങ്ങൾക്ക്. പിന്നെ PR ചെയ്യാനൊരു നല്ലൊരു ഫണ്ട് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫാക്ട് തരികയാണെങ്കിൽ നമുക്ക് PR ചെയ്യണമെങ്കിൽ കുറച്ച് എഡിറ്റേഴ്സ് വേണം. ഒരു 10-20 പേരെ നമ്മൾ അവിടെ ഇരുത്തണം. അക്കൗണ്ട് ഹാൻഡിലിങ്ങും കാര്യങ്ങളും പോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാത്തിനും. ഒരാൾക്ക് മിനിമം 2000 രൂപയെങ്കിലും ഒരു ദിവസം കൊടുക്കണ്ടേ? ഒരു 10 പേരെ ഹയർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം 20,000 വേണം. 100 ദിവസം ഹയർ ചെയ്യണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. സോ അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്കിങ്ങനെ PR എന്ന് പറഞ്ഞ സാധനം, PR എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പുഷാണ്. നമ്മൾ ചെയ്യുന്ന, നമുക്കിപ്പോൾ ഒരു ഫെയിം ഇല്ലെങ്കിൽ നമ്മൾ പുതിയൊരാളാണ്, അപ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഒരു പുഷാണ് നമ്മൾ PR വഴി ബൂസ്റ്റ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി. അത് PR ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അവരുടെ ഫാൻസിന് വേണ്ടി ചെയ്യാം, ഫാമിലിക്ക് ചെയ്യാം. അത് ഒരിക്കലും കണ്ടസ്റ്റൻ്റ് അറിയണമെന്നില്ല. കണ്ടസ്റ്റൻ്റ് അറിയാതെയും PR ചെയ്യാം. ഇപ്പോൾ അനിമോൾക്ക് വേണ്ടി നടത്തുന്ന PR സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അനിമോൾക്ക് വേണ്ടി എവിടെയാണ് PR സ്റ്റണ്ട് വരുന്നത്? ഇനി ഒരു സ്ഥലത്ത് പോലും വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഫാക്ട്സ് ആണ്. ചുമ്മാ ആൾക്കാർ പറയുകയാണ് ഇങ്ങനെ ഉണ്ടാവാം, ഇതുകൊണ്ടായിരിക്കാം. പിന്നെ എല്ലാവർക്കും എന്താ പറയും, ഈ 16 ലക്ഷവും PR എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സമാധാനിക്കേണ്ട റീസണായി. അനിമോളെ പുഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലൈക്ക് അനിമോൾ തന്നെ അവിടെ കണ്ടന്റ് കൊടുക്കുന്നില്ലേ? ആദ്യത്തെ ദിവസം തൊട്ട് കണ്ടന്റ് അനിമോളാണ്. പിന്നെ അനിമോൾക്ക് ഓൾറെഡി റീച്ച് ഉണ്ട്. പിന്നെ ഞാൻ എന്ത് എക്സ്ട്രാ പുഷാണ് അനിമോൾക്ക് കൊടുക്കേണ്ടത്? എന്ത് പുഷാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും നമുക്കിങ്ങനെ പുഷ് കൊടുക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും ഇപ്പോൾ അനിമോൾ നെഗറ്റീവ് ആവുന്ന ദിവസങ്ങളുണ്ട്, പോസിറ്റീവ് ആവുന്ന ദിവസങ്ങളുണ്ട്. നിങ്ങൾ അതിൻ്റെ ട്രെൻഡ് കാണുന്നുണ്ട്. അങ്ങനെ അനിമോൾ നെഗറ്റീവ് ആകുന്ന സമയത്തല്ലേ നമ്മൾ പുഷ് കൊടുക്കേണ്ടത്? നെഗറ്റീവ് ആവുന്ന സമയത്ത് അനിമോളിലെ പോളുകൾ വളരെ കുറവാണ്, പോസിറ്റീവ് ആവുന്ന സമയത്ത് പോളുകൾ കൂടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ സമ്മർ മീഡിയ ആണല്ലോ കൂടുതൽ ആൾക്കാരും റെഫർ ചെയ്യുന്ന ഒരു യൂട്യൂബ് പോൾസ്.
സമ്മർ മീഡിയയുടെ ഓരോ ദിവസത്തെ വോട്ട് എടുത്ത് നോക്ക്. ഓരോ ദിവസം അനുമോൾ കയറുന്നുണ്ട്, ചില ദിവസം അനീഷ് കയറുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓരോ പോളുകളും നമുക്ക് എങ്ങനെ PR ചെയ്യാൻ പറ്റും? ഓരോ പോളുകൾ നമുക്ക് എങ്ങനെ വോട്ട് കയറ്റാൻ പറ്റും? അതൊന്നും ചെയ്യാൻ പറ്റും. ഇതെല്ലാം ജനങ്ങളുടെ ട്രെൻഡാണ്. അൾട്ടിമേറ്റ്ലി ജനങ്ങൾ പുറത്ത് ഇയാൾ ഫിനാലെ കയറി വന്ന് പുറത്ത് വരുമ്പോൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആരെന്ത് ചെയ്യിച്ചിട്ട് എന്താ കാര്യം? സോ ജനങ്ങളാണിത് അവരെത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് ആരെ പറ്റി വരുന്നത്? അനീഷ് അല്ലേ? അനുമോൾക്ക് അത്രയും കമൻസ് വരുന്നില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും അപ്പോൾ നിങ്ങൾ തന്നെ പറ PR ആർക്കാണ്? അപ്പോൾ അതായത് എക്സ്ട്രാ ഒന്നും അനുമോൾക്ക് വേണ്ടി പോകുന്നില്ല. അനുമോൾ ഇന്ന് വരെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അനുമോളുടെ മിടുക്ക് മാത്രമാണ്. ഒരു എക്സ്റ്റേണൽ PR സപ്പോർട്ടോ ഒരു സപ്പോർട്ടോ ഇല്ലാതെയാണ് അനുമോൾ ഇതുവരെ നിൽക്കുന്നത്. ഈ അനുമോള് സത്യസന്ധമായി പറഞ്ഞു, അല്ലെങ്കിൽ PR ഉണ്ടെന്ന് വ്യക്തമാക്കിയ ഒരാളാണ്. അനീഷിനെ കുറിച്ചിട്ട് ഇപ്പോൾ താങ്കൾ പറയുന്നത് PR ഉണ്ടാവാം എന്ന് പറയുന്നു. ഞാനല്ല, സീക്രട്ട് ഏജന്റ് അല്ലോ സായിയ പറഞ്ഞത്. താങ്കൾ PR ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് ആരൊക്കെയാണ് PR അറിയാനുള്ള സോഴ്സ് ഉള്ള ഒരാളാണ്. ബാക്കി ആർക്കൊക്കെ അവിടെ PR ഉണ്ട്? അല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ബിക്കോസ് അതിൽ പകുതി ആൾക്കാർ എന്നെ വിളിച്ചതാണ്. അപ്പോൾ അവർക്ക് PR-നെ പറ്റി അറിയുന്ന ആൾക്കാരാണ്. അവർ എന്നെ കിട്ടാതെ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോയ ആൾക്കാരാണ് പലരും. ചിലപ്പോൾ ഒരു PR തന്നെ 3-4 പേർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഓരോ ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പോൾ ഫിനാലെ വീക്കാണ്. നമ്മൾ അതിൻ്റെ പേരിൽ ഒരാളുടെ ഡിഗ്രി അത് ജനങ്ങളിപ്പോൾ അനുമോളുടെ PR വർക്ക് എന്ന് പറഞ്ഞാൽ അനുമോളെ കാണുന്ന രീതിയിൽ വേറെ ആരും കാണണ്ട. അവർ വിചാരിച്ചിട്ട് അവർ കളിച്ചാണ് നേടുന്നതെന്ന് വിചാരിച്ചോട്ട് ജനങ്ങൾ. നമ്മളെന്തിനാണ് അവർ PR സപ്പോർട്ട് കൊണ്ടാണ് നിൽക്കുന്നത്? PR എന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് എനിക്ക് നിങ്ങളുടെ ഫോൺ തട്ടിപ്പറിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾക്ക് വോട്ട് ചെയ്യണം. അതുകൊണ്ട് PR സപ്പോർട്ട് ഉണ്ട്. അത് ആ രീതിയിൽ ആരെയും ഡിഗ്രേഡ് ചെയ്യേണ്ട. അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അനീഷ് PR എന്നുള്ള വാക്കും അതിൻ്റെ ഒരു വ്യക്തതയും വ്യാപ്തിയൊക്കെ അറിഞ്ഞത് ശരിക്കും ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്, ഈ പറഞ്ഞതിന് ശേഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ? ഒരിക്കലും അല്ല. കാരണം അനീഷ് ഇതിന് മുന്നേ ഇപ്പോൾ അഖിലേട്ടൻ്റെ സീസണൊക്കെ അഖിലേട്ടന് വേണ്ടി ഘോരം വീഡിയോസൊക്കെ ഇട്ടൊരു പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ ആൾക്ക് PR-നെ പറ്റി ആൾ പല ആർമീസിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ആൾ ബിഗ് ബോസ് 5 years ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ 4ാം സീസണിലും അഖിലേട്ടൻ്റെ സീസണിലും PR-നെ പറ്റി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടൻ വരെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി വൈറലായ വീഡിയോ ആണത്. ലാലേട്ടൻ പോലും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് PR ഉണ്ടെന്ന് തോന്നുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ പലരും ശോഭയുടെ പേരും സാഗറിൻ്റെ പേരൊക്കെ പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കഷൻ വന്നതാണ്. ആ എപ്പിസോഡ് കണ്ട ആൾക്ക് PR-നെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശോഭ പലപ്പോഴും പറയുന്നുണ്ട് എനിക്ക് PR ഇല്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അദ്ദേഹത്തിന് PR ഉണ്ടായിരുന്നു? അത് ശോഭയ്ക്ക് അറിയത്തുള്ളൂ. നമുക്കതൊന്ന് 5ാം സീസൺ എപ്പോഴേ കഴിഞ്ഞാണ്. നമ്മൾ ഇപ്പോഴേ 5th സീസണിലേക്ക് പിടിച്ചു തൂങ്ങിയിരിക്കുന്ന ആരുമാണ്. കാരണം എന്ന് വെച്ചാൽ അല്ല, താങ്കൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ നയിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. അല്ല, ശോഭനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്. അപ്പോൾ ശോഭ പറഞ്ഞൊരു ഫാക്ട് അഖിൽമാരാറിൻ്റെ PR എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംസാരിച്ചു. അഖിലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ്. ഞാൻ അഖിലേട്ടൻ്റെ സിനിമയിൽ PR ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം ആരോപണങ്ങളാണ്. നമുക്ക് ഒരാൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കാറില്ല. അതായത് ആരോപണം പറഞ്ഞ് അവിടെ നിന്നു. നമ്മളിപ്പോൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ വേറൊരു ആരോപണം വീണ്ടും പറയും. സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് അതെല്ലാം കണ്ടൻറ്റാണ്. അപ്പോൾ എനിക്ക് അതിനൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കും ഒരു ആരോപണം ഉന്നയിക്കാം. അത് ഓരോ ആൾക്കാർ അവർ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടികളല്ലേ. എങ്കിലും ഈ PR കൊണ്ടാണ് അനുമോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സാധാരണക്കാരനായ കുറച്ച് ആൾക്കാരെങ്കിലും അതാണ് വിഷമം. അതാണ് കാരണം അനുമോളുടെ ഫാദർ ഇതുപോലെ കവലയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അവിടുത്തെ കവലയിലെ ആൾക്കാർ ചോദിക്കണം എന്തിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിൻ്റെ മോൾക്ക് 14 ലക്ഷത്തിന് PR ഇല്ലാണ്. അപ്പോൾ ജനങ്ങളത് മിസ്ലീഡ് ചെയ്യും. അത് ഒരു ഘട്ടത്തിൽ നല്ലൊരു PR സ്റ്റണ്ടാണ്. ഈ അനുമോൾക്ക് PR 16 ലക്ഷത്തിന് ഉണ്ടെന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് നല്ലൊരു PR സ്റ്റണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. അത് ഏത് PR ടീം ചെയ്താണ് നല്ല മൂവാണ്. അതുകൊണ്ട് പല ആൾക്കാർക്കും അനുമോളോട് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ ഷോ കണ്ടിട്ട് വിലയിരുത്തുന്ന ജെന്യൂൻ ഒപ്പീനിയുള്ള ആൾക്കാർക്ക് ഒരിക്കലും അനുമോൾക്കല്ലാതെ വേറെ ആൾക്കും വോട്ട് ചെയ്യാൻ തോന്നത്തില്ല. കാരണം അനുമോൾക്ക് ആ ഒരു ഫാൻ ബേസും ആ ഒരു ഇഷ്ടവും അനുമോൾക്ക് എപ്പോഴും പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അതല്ല, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അനുമോളുടെ ഒരു ഫാമിലി അടക്കം പറയുന്നുണ്ട് അവർ വന്നൊരു കഷ്ടപ്പാടിനെ കുറിച്ച്. ശരിക്കും 16 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ വേറെ ചെയ്യാൻ. അതാണ് കാരണം ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു അനുമോൾ പോകുന്നതിന് മുമ്പ് അനുമോളുടെ അക്കൗണ്ട് ബാലൻസ് 75,000 രൂപയാണ്. അത് ജെന്യൂൻ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇപ്പോൾ ഞാൻ അനുമോളുടെ എന്താ പറയുക ഭയങ്കര ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ. മനസ്സിലായി. അപ്പോൾ ഇത് പലർക്കും ഇത് എങ്ങനെയാണെങ്കിൽ വളച്ചൊടിക്കാം. ഞാനും പുള്ളിക്കാരിക്കൊരു നെഗറ്റീവ് വരരുത്, ഡീഗ്രേഡിങ് വരരുത്, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഒരു 100 കമൻറ്റ് ഇടറാന്ന് പറഞ്ഞിട്ട് ആരോടും പറയാറില്ല. ഇത്രയും വലിയൊരു ക്യാൻവാസിങ്ങോ ഒരു അറ്റാക്ക് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുക, അതാത് കാര്യങ്ങൾ സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇതല്ലാതെ അതിക്കൊള്ളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ അക്ബർ തന്നെ PR ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ PR നമുക്കറിയാം. പക്ഷേ അദ്ദേഹം തന്നെ ഏറ്റവും കൂടുതൽ ആരോപണം അനുമോൾക്കെതിരെ പച്ചയ്ക്ക് അവിടെ തന്നെ പറയുന്നു ഈ PR ചെയ്യുന്ന വ്യക്തിയല്ലേ,
ഈ ഓരോ ചെയ്യുന്ന കണ്ടന്റുകളും പി ആറിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒരു വ്യൂവർ എന്നുള്ള രീതി? സി അത് ഗെയിമാണ്. അവിടെ അയാൾക്ക് അത് പറഞ്ഞിട്ട് അനിമോളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നൂറെ ആദിലേയും അത് പറഞ്ഞ് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ അകത്തുണ്ടെങ്കിൽ ഞാനും ട്രിഗർ ആവും. കാരണം ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ, അയാളുടെ കഴിവുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്, നീ വേറൊരാളുടെ കഴിവുകൊണ്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ അടി. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ഗെയിമായിട്ട് കളിക്കുന്നുണ്ട്. സോ അതൊരു ഗെയിമാണ്. ഇപ്പോൾ ഫിനാലെ വീക്കാണ്. അനിമോളുടെ കളിയും കാര്യമൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ ഇത് പോകുന്നത്? അല്ല, അനിമോളെ വിജയിക്കത്തുള്ളൂ. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത ആൾ, ഏറ്റവും കൂടുതൽ പ്രൊമോ വന്ന ആൾ, നെഗറ്റീവ് പോസിറ്റീവ് കോൺട്രവേഴ്സി എന്തെങ്കിലും, ഒരു കോൺട്രവേഴ്സിയാണ് ഷോൻ്റെ മെയിൻ ഇത്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു സർവൈവൽ ഷോ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ അതിജീവിച്ചത് അനിമോളാണ്. ഇപ്പോൾ ലാസ്റ്റ് കാര്യം ചോദിക്കണം, ഈ അനിമോൾ നമ്മളൊരു അനീഷ് പ്രപ്പോസ് ചെയ്യുന്നു, അത് ഏതെങ്കിലും രീതിയിൽ അനിമോളെ ബാധിക്കും അല്ലെങ്കിൽ വോട്ടിങ്ങിനെ ബാധിക്കും തോന്നുന്നു? ഇല്ല. അനീഷ് ഇന്നസെൻ്റ് ആയിട്ട് അത് പ്രപ്പോസ് ചെയ്തു, അനിമോൾ അത് മെച്ചോർഡായിട്ട് റിപ്ലൈ കൊടുത്തു, അതവിടെ തീർന്നു. ഇന്നത്തെ എപ്പിസോഡിൽ അത് തീർത്തു. അവർ രണ്ടുപേരും സംസാരിച്ചു, അനിമോൾ ബ്രദറിനെ പോലെ കാണുമെന്ന് പറഞ്ഞു, അനീഷ് അത് ആക്സെപ്റ്റ് ചെയ്തു. അത് മെച്ചോർഡായിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ഫാൻസും അത് മെച്ചോർഡായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതൊരു റിലേഷൻഷിപ്പാണ്. നമ്മളൊരിക്കലും ഒരു ബിഗ് ബോസ് ഷോയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ, റിലേഷൻഷിപ്പ് ഉണ്ടാവരുണ്ട്, പക്ഷേ ആ ഒരു എയിമിലല്ല ആരും പോകുന്നത്. പിന്നെ ഇത് പലരും ഒരു 100 ദിവസം കൊണ്ട് ചിലപ്പോൾ ഒരാളോട് പ്രേമം തോന്നാം, അത് ക്വൈറ്റ് നാച്ചുറൽ. അയാൾ അതിന് പറയാനുള്ള ധൈര്യം കാണിച്ചു. സോ അതും ചിലപ്പോൾ ഗെയിം ആയിരിക്കാം, പറയാൻ പറ്റില്ല. നമുക്ക് പുറത്ത് വന്നാലേ ഇവരുടെ കറക്റ്റ് കാര്യങ്ങൾ അറിയത്തുള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ ഒരു പുറത്ത് വന്നിട്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ പറഞ്ഞത് 16 ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് അദ്ദേഹം ജയിച്ചത്. അതെ. താങ്കളാണ് അതിന്റെ PR ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് വെച്ചൊരു ഗെയിം സ്ട്രാറ്റജി നിങ്ങൾ കൊടുത്ത സ്ട്രാറ്റജി എന്തായിരുന്നു? അല്ല, ജിൻഡോ എന്ന് പറയുന്ന ആള്, ജിൻഡോന്റെ നിങ്ങൾ വോട്ട് ഗ്രാഫ് കണ്ടിട്ടുണ്ടോ? അതെ, ജിൻഡോ കയറി വന്നതാണ്. ജിൻഡോന് ആദ്യത്തെ ആഴ്ചകളിൽ സപ്പോർട്ട് കുറവായിരുന്നു. ജിൻഡോ എപ്പോഴാണ് കയറിയത്? അതായത് ആ ഷോ തന്നെ പുള്ളിനെ മണ്ടൻ എന്ന് വിളിച്ചപ്പോഴും പുള്ളി മണ്ടനല്ലാന്ന് തെളിയിച്ചപ്പോഴാണ് അയാൾക്കൊരു സപ്പോർട്ട് കയറിയത്. കാരണം അതായത് ഈ ഷോവിനൊരു ഇമോഷൻ വേണം. നമുക്ക് ആ ഇമോഷൻ കാര്യങ്ങൾ ആ ഷോനോട് ആ വ്യക്തിയോട് തോന്നണം. ജിൻഡോട് തോന്നി. അയാൾ അവിടെ കടന്ന് കാണിച്ചത് വേറെ ഒരു പുതിയ സ്ട്രാറ്റജിയാണ്. ഇതുവരെ കണ്ട സീസണിൽ ഉള്ള സ്ട്രാറ്റജി അല്ല പുള്ളി ചെയ്തത്. ഇല്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്ക് ഒന്നാമത് ഓർമ്മ പോലും നിൽക്കാത്ത ആളാണ്, ഒരാളുടെ പേര് പോലും ഓർത്തിരിക്കാൻ പറ്റാത്ത ആളാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതുപോലെ ചെയ്യണമെന്നില്ല. പുള്ളി അവിടെ ചെയ്യുന്നത് പുള്ളിയുടെ ഇഷ്ടത്തിനാണ്. അത് പുള്ളി ഓൾറെഡി വെൽ സ്റ്റഡീഡാണ്. പുള്ളീനെ പോലെ ഒരാൾ അവിടെ പോയിട്ട് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ കഴിവാണ്. ഒരാൾക്കും അങ്ങനെ വേറൊരു സപ്പോർട്ടുള്ളതുകൊണ്ട് ജയിക്കത്തൊന്നുമില്ല. അത് പുള്ളിയുടെ കഴിവാണ്. അതും അംഗീകരിക്കണം ആദ്യം. അത് അംഗീകരിച്ചിട്ട് പിന്നെ പുള്ളിയെ പുറത്ത് അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളീനെ ബുള്ളി ചെയ്യുന്നത്, അത് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്താണ്. പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി ജീവിക്കുന്നത്. പുള്ളി ബിഗ് ബോസ് ഹൗസിൽ പെർഫെക്റ്റായിട്ട് കളിച്ചിട്ടുണ്ടാവും. ആ കളിച്ചനുസരിച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് കിട്ടിയതുകൊണ്ട് പുള്ളി വിന്നറായി. അതവിടെ കഴിഞ്ഞു. ഇനി അത് പുള്ളീനെ വീണ്ടും ബ്ലെയിം ചെയ്യുന്നത് എന്താണ്, ഡിസേർവിങ് അല്ലാത്ത വിന്നർ എന്നൊക്കെ പറയുന്നത്, അത് പറഞ്ഞുകൊണ്ട് പുള്ളിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പുള്ളി അവിടെ ജയിച്ചത് അത്രയും ഭൂരിപക്ഷം വോട്ടുള്ളതുകൊണ്ടാണ്. 16.5 ലക്ഷം വോട്ട് ജിൻഡോനുണ്ടായിരുന്നു. സെക്കൻഡ് വന്ന അർജുന് 11 ലക്ഷം വോട്ടേ ഉള്ളൂ. അപ്പോൾ 5 ലക്ഷത്തിന് ലീഡിനാണ് പുള്ളി ജയിച്ചത്. അപ്പോൾ എന്നാൽ പോലും പുള്ളിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും. കാരണം പുള്ളി ജയിച്ചത് വെറും 39% ഭൂരിപക്ഷത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താ? 61% ആൾക്കാരും പുള്ളിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 61% ആൾക്കാരും പുള്ളിനെ ടാർഗറ്റ് ചെയ്യും. ഈ ഷോ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ അനിമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ 35%, 36% ചിലപ്പോൾ വോട്ട് പെർസെൻറ്റേജിലായിരിക്കും ഓരോ വിന്നർ വരുന്നത്. ഒരു 40% മാക്സിമം. ബാക്കി 60% ആൾക്കാരും അനിമോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. ഈ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 60% ആൾക്കാരും അനിമോളെ അറ്റാക്ക് ചെയ്യും. സോ അത് ഈ ഷോവിൻ്റെ ഒരു ഇതാണ്. വിന്നർ ആയാലും ചിലപ്പോൾ ഒരു സക്സസ്സിലേക്ക് പോകാൻ പറ്റാത്ത അതുകൊണ്ടായിരിക്കാം. മുമ്പുള്ള ബിഗ് ബോസ് താരങ്ങളെ അറിയാവുന്ന ആളാണ്, ബിഗ് ബോസ് കാണുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അനിമോൾ പോകുന്ന സമയത്ത് എന്തായാലും വിളിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അനിമോൾക്ക് കൊടുത്ത എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതെന്ന് വെച്ചാൽ അനിമോൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അനിമോൾ ഇത്രയും നാളെ സ്റ്റാർ മാജിക് എന്നൊരു ഷോയിൽ നിന്ന് ഇത്രയും ഫോളോയിങ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് അവിടെ അനിമോൾ ഉണ്ടാക്കിയ കണ്ടന്റ് കൊണ്ടാണ്. അനിമോളുടെ പുറത്തുള്ള, ബിക്കോസ് അനിമോളുടെ ഏത് കണ്ടന്റ് യൂട്യൂബിൽ എടുത്തൊക്കെ എല്ലാം മില്യൺസാണ്. അപ്പോൾ അനിമോളുടെ കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തുന്നതുകൊണ്ട് അനിമോൾക്ക് ആ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ നിന്ന് വേറെ ആർക്കും എനിക്ക് അത്ര ഫോളോയിങ് ലക്ഷ്മി നക്ഷത്രം അല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ 2 പേരാണ് ആ സ്റ്റാർ മാജിക്കിലെ സ്റ്റാർസ്. സോ അങ്ങനെ ഒരാൾക്ക് 11 വർഷം മിനി സ്ക്രീനിലുള്ള ആൾക്കാർക്ക് പ്രേക്ഷകർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ആ 11 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. പുള്ളിക്കാരി എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? പുള്ളിക്കാരിക്ക് അറിയാം അവിടെ എന്ത് ചെയ്യണമെന്ന്. പുള്ളിക്കാരി ഇതുവരെയും ബിഗ് ബോസിൽ ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരി ഇഷ്ടത്തിൽ പുള്ളിക്കാരോട് കരയെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ ആഴ്ചയും കരയണമെന്ന് നമ്മൾ ആരെയും പറഞ്ഞു വിടും. പുള്ളിക്കാരിക്ക് ഇമോഷൻ തോന്നുന്നു, കരയുന്നു. പുള്ളിക്കാരിക്ക് ദേഷ്യം തോന്നുന്നു, ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം ആ സ്പോട്ടിൽ ചെയ്യുന്ന ഒരു ഇമോഷൻസ് ആണ്. ഓക്കെ.